ആ കോക്രോച്ച് ആണല്ലോ മെയിൻ. നീ പോണില്ലേ ഡൽഹിയിലേക്ക്? ഡൽഹിയിലോ? എന്തിനാ പോണം? അതെന്താ, അവിടെ അത്രയും വലിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അതൊക്കെ വെറും പ്രഹസനമല്ലേ. സത്യം പറഞ്ഞാൽ ഡൽഹിയിലൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല, ഇവിടെ എങ്ങാനും നിന്നാ പോരെ. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇത്രയും ആൾക്കാർ അവിടെ എത്ര വലിയ പോരാട്ടം നടത്തുമ്പോൾ അതിന് ഇത്ര പുച്ഛിച്ച് കാണാൻ പറ്റുമോ? ഇതൊക്കെ ഒരു ഗിമ്മിക്ക് പോലല്ലേ. കഴിഞ്ഞ വട്ടം ആം ആദ്മി ഇതേപോലെ കയറി വന്നത്, അതുപോലെ ഇപ്പൊ CJP ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. ശ്രമിക്കുന്നു എന്നുള്ളതാണെങ്കിൽ അവരെ നിന്ദിക്കാൻ പാടില്ലല്ലോ. അവർ അത്രയും വലിയൊരു കാര്യം നടത്താണ്. മാത്രമല്ല ഇവർ എത്രത്തോളം പ്രശ്നങ്ങൾ സഹിച്ചിട്ട് അവിടെ നിൽക്കണം. എന്നിട്ടും നീ എന്തിനാ ഇതിനൊരു വില കുറച്ച് കാണുന്നേ? അതിപ്പോ ഈ BJP ഗവൺമെന്റ് മാത്രം ഇങ്ങനെ തെറ്റ് ചെയ്തപ്പം ഇങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കിയല്ലോ. ഈ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ലോ, അപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. ഗവൺമെന്റ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, പക്ഷെ ജെൻസി പിള്ളേരെ എത്ര വില കുറച്ചിട്ടായിരുന്നു നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കണ്ടത്. ആ സമയത്ത് അവരൊരു പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാതെ എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് കാണിക്കുന്നത്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. പക്ഷെ ഇതിൽ എന്തോ ഒരു ചതിയില്ലേന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നേപ്പാളിലും ഇതുപോലെ ഒരു ജൻസി കലാപം നടന്നു, പക്ഷെ അതിനകത്തും വിദേശ രാജ്യങ്ങളുടെ കൈയുണ്ടെന്നൊക്കെ പിന്നീട് റിപ്പോർട്ടുകൾ വന്നായിരുന്നു. അപ്പൊ ഇന്ത്യയിലും ചിലപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയാലോ, ആർക്കറിയാം. ഉണ്ടായിരിക്കാം, പക്ഷെ അവർ ചെയ്യുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു വിദ്യാഭ്യാസ സിസ്റ്റം വരണം എന്ന് പറഞ്ഞിട്ടാണ്. മാത്രമല്ല നീറ്റ് പരീക്ഷയുടെ ഭാഗമായിട്ട് മരിച്ച 20 പേർക്ക് വേണ്ടിയിട്ടുള്ള ന്യായം ചോദിച്ചിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. നിനക്കിത് മനസ്സിലായിട്ടില്ല, ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ വിഷു തന്നെ ഒരു പ്ലാൻഡ് സംഭവമാണോ എന്ന് എനിക്ക് വളരെ സംശയമുണ്ട്. കാരണം ഇതുപോലെ തന്നെ ആയിരുന്നു നേപ്പാളിൽ അവിടുത്തെ യൂത്ത്സ് അവിടുത്തെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ നിരത്തിലിറങ്ങിയത്. ആ ടൈമിലും ഇതുപോലെ ഒരുപാട് അലിഗേഷൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ഗവൺമെന്റ് യൂത്ത്സിനെ കേൾക്കുന്നില്ല, ജെൻസി ആൾക്കാരൊക്കെ എന്താ പറയുന്നത്, അവരെ ഗവൺമെന്റ് സംരക്ഷിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള പ്രൊപ്പഗാൻഡ അതിനവിടെ സ്പ്രെഡ് ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് വന്ന വാർത്തകൾ ഒരു ഊഹാപോഹം പോലെ വന്നതെന്ന് പറയുന്നത് ഇതെല്ലാം CIA, അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ബാക്ക് ചെയ്തിട്ടുള്ള പ്രക്ഷോഭങ്ങളാണെന്നുള്ള രീതിയിലാണ്. കാരണം അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു ഗവൺമെന്റ് ആണ് ഒരു രാജ്യത്ത് ഭരിക്കുന്നതെങ്കിൽ CIA പോലെയുള്ള വലിയ വലിയ സംഘടനകൾ അവിടെ പണം മുടക്കി ഇതുപോലെയുള്ള യൂത്ത് ഗ്രൂപ്പിനെയൊക്കെ വിലക്കെടുത്തതിന് ശേഷം ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാക്കി അവിടെ ഒരു കൂപ്പ് അല്ലെങ്കിൽ ഒരു ഒരു അട്ടിമറി ഉണ്ടാക്കുക, എക്സിസ്റ്റിംഗ് ഗവൺമെന്റിനെ മാറ്റി അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഗവൺമെന്റിനെ കൊണ്ടുവരുന്ന രീതികളൊക്കെ കാലാകാലങ്ങളായിട്ട് CIA പോലെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തി വരുന്നതാണ്. അപ്പം ഇപ്പം നമുക്കറിയാം, ഇപ്പം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വളരെ അത്ര വലിയ മികച്ച ബന്ധമൊന്നും അല്ല. ഇപ്പം അതുപോലെ തന്നെ ഏഷ്യയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശക്തിയായിട്ട് വളർന്നു വരികയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇതൊരു അട്ടിമറി ശ്രമം ആയിക്കൂടെ? അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ക്യാഷ് കൊടുത്ത് അതായത് ഒരു വിദേശത്ത് നിന്നുള്ള ഒരു സംഘടന ഇവരെ സ്പോൺസർ ചെയ്യുന്നു എന്നുള്ളതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവരെല്ലാവരും അടിച്ചമർത്തുക എന്നുള്ളൊരു സാധനമാണ്. പോലീസ് ഇവരെ ഭയങ്കര ക്രൂരായിട്ടാണ് ഉപദ്രവിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഒരു സ്പോൺസർഷിപ്പിന്റെ പേരിൽ ഇത്രയും ആൾക്കാർ ഒത്തുകൂടുന്നു തോന്നുന്നുണ്ടോ? അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട്. കാരണം ഇതിനകത്ത് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതിങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് പെയ്ഡ് ആണെന്ന് അറിയില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ ഒക്കെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം അതായത് ഇപ്പം നേപ്പാളിൽ നടന്നത് അതിനൊരു എക്സാമ്പിളാണ്. അത് മാത്രമല്ല, ഇപ്പം ഈ ഒരു കോൺഗ്രസും ഇതിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. കാരണം കോൺഗ്രസിന്റെ കാലത്തും ഇതുപോലെ വളരെ വലിയ രീതിയിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അതായത് എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ IAS, അതുപോലെ തന്നെ അവിടെയുള്ള ഒട്ടുമിക്ക പരീക്ഷ എല്ലാ വർഷവും ഒരു ചോദ്യപേപ്പർ ചോർച്ചയെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ നടന്ന കാര്യമാണ്? ഏത് കാലഘട്ടത്തിലായാലും ചോദ്യപേപ്പർ ചോദ്യപേപ്പർ തന്നെ ആയിരിക്കാം. പക്ഷെ ഇപ്പോഴും അതിനെതിരെ പ്രതികരിക്കേണ്ട എന്നാണോ പറഞ്ഞു തരുന്നത്? അതായത് അന്ന് പ്രതികരിക്കാത്ത അല്ലെങ്കിൽ അന്ന് ഇതേ സെയിം തെറ്റ് ചെയ്ത കോൺഗ്രസ് തന്നെ ഇന്ന് ഈ CJP പോലെയുള്ള ഒരു പുതിയ പാർട്ടിയുടെ കൂടെ ഇറങ്ങി പ്രതിരോധിക്കുക അല്ലെങ്കിൽ അടിവാങ്ങുക. ഇവിടെ ഇത് പുതിയ പാർട്ടി ആണെന്നുള്ളതാണോ പ്രശ്നം? അവർ പുതിയതായ ഒരു സംരംഭം തുടങ്ങി അതിന് വേണ്ടിയിട്ട് പോരാടുന്നു എന്നുള്ളതാണോ ഇവിടുത്തെ പ്രശ്നം? പുതിയ പാർട്ടി തന്നെ നമുക്ക് എടുക്കാം. ഈ CJPയുടെ സ്ഥാപകനായിട്ടുള്ള
ആയിട്ടുള്ള ഈ പുള്ളിക്കാരൻ ആരാണ്, എന്താണ് പുള്ളിയെ നമ്മൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്രയും അതായത് 170 കോടി ജനങ്ങളും പുള്ളിയെ വിശ്വസിക്കണം, അല്ലെങ്കിൽ മോദി അല്ലാതെ പുള്ളിയെ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ അതിനുള്ള ക്രെഡിബിലിറ്റി എന്താണ്? അതായത് പുള്ളിയെ പോലൊരു വ്യക്തി, പുള്ളി ആണെങ്കിൽ അമേരിക്കൻ സിറ്റിസൺ ആണ്, നമ്മുടെ ഇന്ത്യക്കാരൻ പോലും അല്ല. അപ്പം പുള്ളിയെ പോലൊരു വ്യക്തി അമേരിക്കയിൽ നിന്ന് വരുന്നു, ഇവിടെ ഒരു പാർട്ടി തുടങ്ങുന്നു, ഒരു മൂവ്മെന്റ് തുടങ്ങുന്നു, നമ്മുടെ തലസ്ഥാന നഗരിയിൽ പോയി അടി ഉണ്ടാക്കുന്നു, അത് നേഷൻ വൈൽഡ് വാർത്തയാക്കുന്നു. ഇതൊക്കെ എന്ത് മര്യാദയാണ്? പുള്ളി എങ്ങനെ നമ്മൾ വിശ്വസിക്കും? പുള്ളി ഒരു വിദേശിയാണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ ഇവിടെ ഒരു പ്രക്ഷോഭം വരാൻ വേണ്ടിയിട്ട്, അത് മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരാൾ ഇവിടെ വരേണ്ട അവസ്ഥ വന്നു. അത് വേറെ കാര്യം, അത് നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും അതായത് വെറുതെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയ സമയത്ത് ഏകദേശം മണിക്കൂറുകൾക്കുള്ളിൽ 3 മില്യൺ ആളുകളാണ് ആ പേജ് അതായത് ആ പേജ് ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത്. ഇത്രയും പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. അതായത് പുള്ളിക്കാരൻ ഫോളോവേഴ്സിനെ തുടങ്ങിയത് തന്നെ, അല്ലെങ്കിൽ ആ 3 മില്യൺ ആയപ്പോൾ തന്നെ ഭയങ്കര കോമഡി ആയിരുന്നു. കാരണം അതിനകത്ത് പകുതി പേരും പാകിസ്ഥാനികളും പകുതി പേരും അഫ്ഗാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശുകാരും ഒക്കെ ആയിരുന്നു. അപ്പം അതെന്താണ്, നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു നേതാവെന്നും പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് പകുതിയും പാകിസ്ഥാനികളും പകുതി പേര് ബംഗ്ലാദേശുകാരും എന്ന് പറയുമ്പോൾ അതെന്ത് വൈരുദ്ധ്യാഭാസമാണ്? അതെന്തോ ആവട്ടെ, പക്ഷെ അവർ സംസാരിക്കുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ്. അത് മാത്രമല്ല, അത് സംസാരിക്കുന്നത് ഈ വിഷയത്തെ കുറിച്ചാണ്. മാത്രമല്ല, ഇവിടെ ഉള്ള എല്ലാവരും ഇന്ത്യയിലെ പ്രശ്നത്തിന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ അവിടെ എത്തിയിട്ടുള്ളത്. അതെന്തോ ആവട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒഴിയാൻ പറ്റില്ല. അയാൾ വളർന്നു വന്നത് തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലെ ആ ഗ്രോത്ത് കൊണ്ടാണ്. അപ്പം ആ ഗ്രോത്തിൽ അയക്കുന്നവർ പകുതിയും 3/4 പേരും പാകിസ്ഥാനികളും പകുതി 3/4 പേരും ബംഗ്ലാദേശുകാരെന്ന് പറയുമ്പോൾ ഇവര് ഈ പ്രക്ഷോഭം നടത്തുന്നതല്ല ഇന്ത്യയിലാണല്ലോ, നമ്മുടെ തലസ്ഥാനത്തുള്ള. പക്ഷേ അതിന് നമ്മൾ ഫോക്കസ് ചെയ്യണത് അഭിജിത്ത് ദീപ്കേനെ അല്ലല്ലോ, അവിടെ നടക്കുന്ന ആ വിഷയത്തിനെ അല്ലേ, ആ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ നമ്മൾ പറയുന്നത്. ഫോക്കസ് അല്ല, ഇത് അഭിജിത്ത് ദീപ്കയുടെ പേരിലല്ലേ ഇതെല്ലാം തുടങ്ങുന്നത്. പുള്ളി തന്നെയാണ് മെയിൻ കോർ എന്ന് പറയുന്നത്. പുള്ളി ഈ കാര്യങ്ങളെല്ലാം പുള്ളിയുടെ ഐഡിയോളജി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലാതെ അതിൽ എത്ര ആൾക്കാർ ഫോളോ ചെയ്തു ഇല്ല എന്നുള്ളതിനെ കുറിച്ചല്ല. അത് മാത്രമല്ല, അദ്ദേഹം അവിടുന്ന് ഇവിടെ വരെ എത്തിയിട്ട് ഇവിടുന്ന് വീണ്ടും ആ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ. പുള്ളിയെ കുറിച്ച് വേറൊരു കാര്യം കൂടെ പറയാം. പുള്ളി എന്ന് പറയുന്നത് നേരത്തെ വർക്ക് ചെയ്തത് പാർട്ടിയിലാണെന്നറിയാമോ? ആം ആദ്മി പാർട്ടിയിൽ. ആം ആദ്മി പാർട്ടിയുടെ PR വർക്ക്, അതായത് പേഴ്സണൽ റിലേഷൻ വർക്കിങ്ങോ എന്തോ ഒരു ടീമിൽ വർക്ക് ചെയ്തിട്ട് ഒരാളാണ്. അതായത് നമുക്ക് ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് വളർന്നതെന്ന് നമുക്കറിയാം. അവരാദ്യം ഡൽഹിയിൽ ഇതേപോലെ സെയിം എക്സാക്ട് ഇതേ കണക്കൊരു പ്രക്ഷോഭം നടത്തുന്നു. അണ്ണാ ഹസാരെ നിരാഹാരം കിടക്കുന്നു. ഇവിടെ നോക്കൂ, ഇവിടെ വേറൊരു പുള്ളിക്കാരൻ നിരാഹാരം കിടക്കുന്നു. അതേപോലെ ഡൽഹിയിൽ പ്രക്ഷോഭം ഉണ്ടാവുന്നു. ഇവിടെ അതേപോലെ ആം ആദ്മി പാർട്ടികൾ പ്രക്ഷോഭം നടത്തുമ്പോൾ അണ്ണാ ഹസാരെ നിരാഹാരം കിടക്കുന്നു. അതിൽ പറഞ്ഞു വരുന്നത് ഇവരിവിടെ എത്താൻ പാടില്ലായിരുന്നു, ഈ പ്രക്ഷോഭം നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതല്ല, ഞാൻ മോദി നല്ലതാണെന്നോ അല്ലെങ്കിൽ മോദി സർക്കാർ ചെയ്യുന്നതെല്ലാം മാത്രമായിട്ടുള്ള കാര്യമാണോ എന്നല്ല പറയുന്നത്. പക്ഷെ ദിസ് ഇസ് നോട്ട് ദ വേ. ഈ വഴിയല്ല വരേണ്ടത്. ഇത് എന്തോ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഇത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇവരിവിടെ എത്തി പ്രക്ഷോഭം നടക്കുന്നു എന്നുള്ളത് കണ്ടാൽ പോരെ, ഇത് അതിനൊരു നിമിത്തമായി എന്നുള്ളത് എടുത്താൽ പോരെ? അത് മാത്രമല്ല, ആ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എത്രത്തോളം ക്രൂരതകൾ അവർ ഫേസ് ചെയ്യുന്നേ, അതും കൂടി ഒന്ന് കണക്കിലെടുക്കണ്ടേ? അതായത് ഞാൻ പറഞ്ഞുതരാം. ഈ ഇടയ്ക്കായിരുന്നു അമേരിക്ക വെനിസ്വേലയെ മിലിറ്ററി ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തി അവിടുത്തെ ആൾക്കാരെ അല്ലെങ്കിൽ അവിടുത്തെ നേതാവിനെ പിടിച്ചുകൊണ്ട് പോയി. നല്ലൊരു കാര്യമാണ്, കാരണം മോശം നേതാവായിരുന്നു. ഭയങ്കര വിലക്കയറ്റം, പണപ്പെരുപ്പം, അതുപോലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ലോകത്ത് അല്ലെങ്കിൽ വെനിസ്വേലക്കാരോട് തന്നെ ചോദിച്ചാൽ പറയാം, ശരിയാണ്, ഞങ്ങൾക്കുള്ളൊരു മോശം നേതാവ് തന്നെയാണ്. പക്ഷെ ഈ ഒരു രീതിയിലല്ലായിരുന്നു. അല്ലെങ്കിൽ ട്രംപ് ട്രംപ് ആരാണ് വെനിസ്വേലയുടെ കാര്യത്തിൽ ഇടപെടാൻ? ട്രംപ് ആരാണ് മിലിറ്ററി അയച്ചിട്ട് വെനിസ്വേലയുടെ ഒരു പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ വെനിസ്വേലയിലെ ആൾക്കാർക്കും അവിടുത്തെ ഗവൺമെന്റിന് എന്ത് വിലയാണ്? അപ്പം പ്രശ്നമാണ്. അല്ലെങ്കിൽ മോദി ചിലപ്പോൾ പ്രശ്നമായിരിക്കും, മോദിയുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടായിരിക്കും, മോദി സർക്കാരിൽ അഴിമതിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു രീതിയിലല്ല. ഇതല്ല അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മാർഗം. ഇങ്ങനെ ഒരു യൂത്തിനെ ഇറക്കി വിട്ട് അവിടെ കലാപം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്താണ് യൂത്തിന്റെ പ്രശ്നങ്ങൾ യൂത്ത് തന്നെ പറഞ്ഞു തുടങ്ങട്ടെ, അതല്ലേ നമ്മൾ അതിനെല്ലാം അംഗീകരിച്ചു കൊടുക്കേണ്ടത്. അത് യൂത്തിന്റെ പ്രശ്നങ്ങൾ ഈ ഒരു രീതിയിലല്ല എന്നാണ് ഞാൻ. പിന്നെ ഏത് രീതിയിലായിരിക്കണം? അത് മാത്രമല്ല, ഇവര് ആക്രമണം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ആദ്യം തുടങ്ങിയത്. അവർ അവരുടേതായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള വേലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് അവരുടെ ഭാഗത്തു നിന്നാണ് ഒരു ആക്രമണം വന്നു തുടങ്ങിയത്. അപ്പൊ അതിന് നമ്മൾ അതായത് കോക്രോച്ച് പാർട്ടി അങ്ങനെയല്ല, കോക്രോച്ച് പാർട്ടിയാണ് ഇത് തുടങ്ങിയതെന്ന് നമുക്ക് അതായത് ആക്രമണം തുടങ്ങിയതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. വിദ്യാഭ്യാസം എന്നുള്ള ബേസിക് നീഡിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോയി പോരാടേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം ഒരു കാര്യം പറയാം. കേരളത്തിൽ ഇതേപോലെ ഈ ഒരു വിഷയത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ KSU പ്രവർത്തകർ സമരം നടത്തിയായിരുന്നു. ആ ടൈമിൽ എന്താ ചെയ്തത്?
ഇവിടെ ആരാണ് ഭരിക്കുന്നത്? കോൺഗ്രസ് അല്ലേ? കോൺഗ്രസിന്റെ യൂത്ത് വിങ് ആണ് KSU എന്ന് പറയുന്നത്. എന്നിട്ട് ആ KSU പ്രവർത്തകരെ തന്നെ അവർ അറസ്റ്റ് ചെയ്ത് മാറ്റി. അപ്പോൾ അതെന്താണ്? അതായത് കേരളത്തിൽ ഈ പ്രശ്നം വന്നപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് അങ്ങോട്ട് പോകുന്ന ഒരു അവസ്ഥയെത്തി. എന്തോ ഒരു, അത് മാത്രമല്ല ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസിന്റെ ഇടയ്ക്ക് ഇതൊരു ട്രെൻഡായിട്ട് മാറിയെന്നുള്ള രീതിയിൽ. അതായത് അവർ ഡൽഹി പോണതിന് മുമ്പ് ഗെറ്റ് റെഡി വിത്ത് മീ, അതായത് ഡൽഹി പോകുമ്പോൾ എടുക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ. ഇതെന്താ ഒരു നിങ്ങൾ പറയുന്ന പോലെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയമാണെങ്കിൽ ഇത് ഒരുമാതിരി കോമഡി ആക്കി മാറ്റി എന്നുള്ളതാണ് സത്യത്തിൽ. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് പോലും ഈ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അത് അഭിമാനത്തോടെയല്ലേ കാണുന്നത്. കാരണം ഇൻഫ്ലുവൻസ് സംസാരിച്ചാണ് ഇത് ഇത്രയും കുളമാക്കിയെന്ന് വേണം പറയാൻ. ഇരിക്കണം. പക്ഷേ ഇത് ഇപ്പോഴും എന്താ ഒരു പക്ഷേ ഇത് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സിസ്റ്റത്തിന് തന്നെ മാറ്റം വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതായത് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇത് ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. കാരണം അവിടുത്തെ നമ്മുടെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രി അദ്ദേഹം വിജയിക്കാൻ പോണില്ലെന്ന് ഇത്ര എടുത്തടിച്ച് പറയാൻ പാടുണ്ടോ? കാരണം അത്രയും വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ഇതിനൊക്കെ ഇടയായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്ക് യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും ചെയ്യാതെയുള്ള സംസാരങ്ങൾ ഇപ്പോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവരുടെ എഫേർട്ട് ഉണ്ട് ഇതിന്റെ പിന്നിൽ. ഇപ്പോ ഒരുപാട് സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാർ, കേരളത്തിൽ നിന്നുള്ള എത്ര പിള്ളേരുണ്ട്, അവരവരുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ പോയി നിൽക്കുകയാണ്. ഞാൻ അവര് ചെയ്യുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അവര് അങ്ങനെ ചെയ്തുകൂടെന്നോ, ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ, അവർക്ക് പ്രതിഷേധിക്കുന്നെങ്കിൽ പ്രതിഷേധിക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ കാരണം ഇത് നിങ്ങളൊരു ഡെഡ് എൻഡ് ആണ്. ഇത് നിങ്ങൾ എത്ര പ്രതിഷേധിച്ചെന്ന് പറഞ്ഞാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ പോകുന്നില്ല. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ ഈ ഒരു പ്രക്ഷോഭം കാരണം രാജിവെച്ച് കഴിഞ്ഞാൽ അവിടെ സോൾവ് ആവാൻ കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇതിനേക്കാളും ഈ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ മറ്റേ കർഷക സമരം പോലെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കർഷക സമരം പോലുള്ള അവര് ഇപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. ഒരുപാട് പേര് ഇപ്പൊ വിദ്യാർത്ഥി സംഘടനകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ മുന്നത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ ശക്തിയുള്ള ഒരു സംരംഭമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വിജയിക്കാനുള്ള സാധ്യതകളും ഉണ്ടല്ലോ. സാധ്യതകളെല്ലാം ഉണ്ട് വിജയിക്കാനും തോക്കാനും. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ സാധ്യത ഏറെ കൂടുതൽ തോക്കാൻ മാത്രമാണെന്നുള്ളതാണ്. കാരണം ഈ ധർമ്മേന്ദ്ര പ്രധാൻ ഇതിന്റെ പേരിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറെ മന്ത്രിമാർക്ക് മറ്റു പലതിന്റെയും പേരിൽ ഇങ്ങനെ ഇറങ്ങേണ്ടി വരും. അപ്പം അത് ചിലപ്പോൾ BJP ഗവൺമെന്റ് ഇത്രയും വർഷമായിട്ട് അവർ ഭരിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ അവർക്ക് അടിയാവും. കാരണം അവരെന്തായാലും അവരുടെ പവർ കളഞ്ഞിട്ട് അവർ കളിക്ക് നിൽക്കത്തില്ല. അപ്പൊ ഇനിയിപ്പം എത്ര വിദ്യാർത്ഥികൾ വന്നാലും എത്ര പോലീസുകാരെ ഇറക്കി അതിൽ പറഞ്ഞു വരുന്നത് ഇവരിവിടെ സമരം നിർത്തിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്നാണോ? അല്ല, അവർക്ക് സമരം ചെയ്യാം. പക്ഷേ ഇതിന്റെ റിസൾട്ട് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. റിസൾട്ട് എന്തോ ആവട്ടെ, അറ്റ്ലീസ്റ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പോരാടിയെന്നെങ്കിലും പറയാൻ പറ്റുമല്ലോ. ഇനിയിപ്പോ നമുക്ക് ഇതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കാര്യം മനസ്സിലാക്കാൻ, വേറെ ഇതിന്റെ ഒരു ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. നമ്മുടെ കേരളത്തിൽ തന്നെ അതിന് ഉദാഹരണമുണ്ട്. കാരണം ഈ ഇടയ്ക്ക് ഒരു PSC പരീക്ഷ നടത്തി, അത് സത്യം പറഞ്ഞ പകുതിക്ക് വെച്ച് നിർത്തി, അത് ക്യാൻസൽ ആക്കേണ്ട അവസ്ഥ വന്നു. എന്തുകൊണ്ടാണ്? അവിടുത്തെ ചെയർമാന് തോന്നിയ പോലെ PSC പരീക്ഷ നടത്തിയുണ്ട്. അതായത് ചോദ്യപേപ്പർ വരെ മാറിപ്പോണ അവസ്ഥ. അതായത് നമ്മുടെ മറ്റേ ചില തിയേറ്ററിലൊക്കെ സെക്കൻഡ് ഹാഫിന്റെ ഫസ്റ്റ് ഹാഫിലെ പടം എടുത്ത് സെക്കൻഡ് ഹാഫ് ഇട്ടിട്ട് സെക്കൻഡ് ഹാഫിലെ പടം എടുത്ത് ഫസ്റ്റ് ഹാഫ് ഇടൂലേ, അതേ അവസ്ഥ. അപ്പം അങ്ങനെ ഒരു സെയിം അവസ്ഥയാണ് ഇതുപോലെ കേരള PSC കൊണ്ട്. അത് എന്തെങ്കിലും നടപടി എടുത്തോ? ഈ സെയിം കോൺഗ്രസ് ആണ് അവിടെ നോർത്തിൽ പോയിട്ട് മറ്റേ അവിടെ കിടന്ന് അടിയൊക്കെ കൊണ്ടിട്ട് ലാത്തി ചാർജൊക്കെ കൊണ്ട് തിരിച്ചു വരണം. അപ്പം ഇതെന്താണ്? അത് നിനക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമായി കാണാതെ എന്തുകൊണ്ടാ? അത് PSC കേരളത്തിൽ മാത്രമുള്ളത്. ഓക്കെ, അതിനെതിരെയാണ് ഇപ്പൊ മണ്ണ് കഴിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. പക്ഷെ ഇതെന്ന് പറഞ്ഞാല് ഇന്ത്യ മുഴുവനുള്ള ആളുകളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് രണ്ടും പ്രശ്നം ആണെന്ന് തന്നെയാണ്. കാരണം ഇവിടെ അതായത് അതായത് നമ്മുടെ VD സതീശൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഇവിടെ ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാതാണ് പിന്നെ അവിടെ നോർത്തിൽ പോയിട്ട് ഹൈക്കമാൻഡിന്റെ ഇവിടെ ചേർന്ന് നിന്നിട്ട് മറ്റേ ക്യാമറയൊക്കെ വരുമ്പോൾ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കണം. അപ്പോൾ അത് എന്ത് തരം ഇരട്ടത്താപ്പാണെന്നാണ് അത്. അപ്പം ഇവിടെ എല്ലാം ഈ ഒരു ഡൽഹി പ്രക്ഷോഭത്തിൽ എല്ലാം വരുന്നവർക്കെല്ലാം ഒരു എന്താ പറയുന്ന ഒരു കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്. ആരും ജെനുവിൻലി അവിടുത്തെ നീറ്റിലെ വിദ്യാർത്ഥികൾക്ക് നല്ലത് വരണമെന്നോ അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്നുള്ള രീതിയിൽ അങ്ങനെ പോകുന്നവരും ഉണ്ടാവാം. പക്ഷേ അതെനിക്ക് തോന്നുന്നില്ല. മഹാഭൂരിപക്ഷം പേരും അവിടെ പോകുന്നവരെല്ലാവരും തന്നെ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട ഉള്ളവർ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരിക്കലും ഈ ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല.
കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, കാല് മാറ്റും, ഇരട്ടത്താപ്പും ഒക്കെ പ്രഖ്യാപിക്കും. പക്ഷെ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്കുള്ള ഈ പരിഗണന അവരുടെ അവകാശം തന്നെയാണ് ഇവിടെ വലുത്. അത് മാത്രമല്ല, ഇപ്പോൾ മലയാളി സിനിമാ നടന്മാര്, നടിമാര്, അവർ മാത്രമല്ല ബാക്കിയുള്ള ഇന്ത്യയിൽ ഒട്ടാകെയുള്ള മറ്റ് ഭാഷകളിലെ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഇതിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. നടിമാര് മാത്രമല്ല, എത്രയോ ആക്ടിവിസ്റ്റ്, അതുപോലെ തന്നെ അത് മാത്രമല്ല, ഇതിനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഇന്ത്യയിലുള്ള പല മീഡിയാസ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തുള്ള ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ വരെ നമ്മൾ ഇതോടെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അപ്പോഴും നമ്മൾ എങ്ങനെ പറയും ഇത് വിദേശത്ത് നിന്നുള്ള ഒരാൾ സ്പോൺസർ ചെയ്തതാണെന്നുള്ളതൊക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ അതിന് കണ്ടില്ല എന്ന് നടിക്കുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, അപ്പൊ അത് നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അതായത് നമ്മൾ കോൺഗ്രസ് ആയാലും BJP ആയാലും ഇനിയിപ്പോ ഈ പുതുതായിട്ട് വരുന്ന ജനങ്ങൾക്ക് വേണ്ടി വരുന്നെന്ന് പറയുന്ന ഈ CJP ആയാൽ തന്നെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരേത് പ്രത്യയശാസ്ത്രത്തിലാണോ വിശ്വസിക്കുന്നത് അതിനുവേണ്ടി മാത്രമേ നിലകൊള്ളുകയുള്ളൂ. അവർ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾ എപ്പോഴും മറ്റേ അവരുടെ മുമ്പിൽ കഴുതയായിട്ട് നിൽക്കും, അല്ലെങ്കിൽ അവരെ എപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന ഒരു വസ്തുവായിട്ട് നിൽക്കും എന്നുള്ളൊരവസ്ഥ തന്നെയാണുള്ളത്. സത്യത്തിൽ നമ്മൾ ഇപ്പം നിൽക്കേണ്ടത് BJP-യോടോ അല്ലെങ്കിൽ കോൺഗ്രസിനോടോ അല്ലെങ്കിൽ ഈ പറയുന്ന CJP-യോടോ ഒന്നുമല്ല. നമ്മൾ നിൽക്കേണ്ടത് അവിടുത്തെ പാവപ്പെട്ട നീറ്റ് വിദ്യാർത്ഥികളോടാണ്. അവരോട് നിൽക്കുന്നതായിട്ട് ഭാവിച്ച് പല പാർട്ടികളും വരും, പല ആൾക്കാരും വരും. അവർക്കെല്ലാം അവരുടേതായ അജണ്ടകൾ കാണും. അവരുടെ അജണ്ടയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യമോ എന്ന് വരുന്നൊരു ഘട്ടത്തിൽ അവരെല്ലാം അവരുടെ അജണ്ട ചൂസ് ചെയ്ത് അവരുടെ പാട്ടിന് പോകും. അവസാനം ജനങ്ങൾ മാത്രം ഒറ്റയ്ക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ചിലപ്പോൾ. അപ്പം അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. വിദ്യാർത്ഥികളുടെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടത്, അവർക്ക് വേണ്ടിയിട്ടാണ് പോരാടേണ്ടത്. അതിപ്പോൾ പുതിയതായിട്ട് വന്നൊരു പാർട്ടി ഒരു പാർട്ടി സെൻസേഷൻ ആയതുകൊണ്ട് ആ പാർട്ടിയുടെ പിറകെ പോകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു പാർട്ടിയുടെ പിറകെ അല്ലെങ്കിൽ ഒരു അണിനിരക്കുന്നതോ അല്ല അതിന്റെ കാര്യം. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അജണ്ടകൾ എന്തോ ആവട്ടെ, ഇപ്പോ അവസാനം പൊതുജനങ്ങൾ ബാക്കിയാവെന്ന് പറഞ്ഞല്ലോ, അവരവിടെ ബാക്കി ഉണ്ടാവല്ലോ. വീണ്ടും അവരുടെ പ്രക്ഷോഭങ്ങൾ നടക്കട്ടെ, നമ്മുടെ അവകാശത്തിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ പോരാടട്ടെ. അതെ, അങ്ങനെ ഉണ്ടാവുന്നൊരു നല്ല കാലം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.